Hello, this is Python Malayalam. Python Malayalamത്തിലെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യാം, നമ്മുടെ PyQt for GUIയിൽ എങ്ങനെ നമുക്ക് ഇമേജസ് ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത്. So this is our basic framework, basic window Python. ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ആദ്യം QPixmap എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് പോകണം. അതിനെ നിങ്ങൾക്ക് കാണാം QPixmap റെഫറൻസ് ആണ് ഇതെല്ലാം. QPixmap ക്ലാസ് റെഫറൻസ്. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളൊക്കെ ഇവിടെ നോക്കാവുന്നതാണ്. നിങ്ങൾക്കതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാകണമെന്നില്ല. 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പഠിച്ച് ചെയ്ത് നോക്കി പരീക്ഷ നോക്കി അങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കുക. ഓക്കെ, പിന്നീട് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ അത് പഠിച്ച് വരുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഇങ്ങനെ വെളിച്ചം വീഴ്ച നമുക്കതിങ്ങനെ കൂടുതൽ എളുപ്പമായി വരിക. എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് അങ്ങനെ അങ്ങോട്ട് ഒലിച്ച് പോവുക ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളതിനെ ഫേസ് ചെയ്യും. ഓക്കെ, എങ്ങനെ നമുക്കൊരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യാം? അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ അടുത്തൊരു പിക്ചറാണ്. സോ എൻ്റെ പൈതൺ ഫോൾഡറിൽ ഐക്കോൺസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനുള്ളിൽ പിക്ക് എന്ന് പറയുന്ന ഒരു പിക്ചർ എൻ്റെ അടുത്തുണ്ട്. ആ പിക്ചറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ പിക്ചറൊന്നുമല്ല, നെറ്റിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്. സോ ഒരു പിക്ചർ നമ്മൾ എടുത്ത് പോകണം. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു പിക്സ്മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. QT മൊഡ്യൂളിലെ QPixmap എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പിക്ചർ എടുക്കുന്നത്. ആ പാരൻസിനുള്ളിൽ നമ്മുടെ പിക്ചറിലേക്കുള്ള പാത്ത് നമ്മൾ അടയാളപ്പെടുത്തണം. സോ ഐക്കൺസ് pic.jpg അതാണ് എൻ്റെ പിക്ചർ. ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണില്ല, കാരണം ഇത് പിക്സ്മാപ്പ് ജസ്റ്റ് അതിൻ്റെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. പിക്സ്മാപ്പ് നമുക്ക് കാണണമെങ്കിൽ അതിനെ ഒരു ലേബലായിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലേബലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ലേബലിൻ്റെ ടെക്സ്റ്റായിട്ട് നമുക്കൊന്നും ആവശ്യമില്ല. അതിനുശേഷം സെൽഫ് ഒബ്ലിഗേറ്ററി ആഡ് ചെയ്യണം. ഇപ്പോൾ ലേബൽ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ലേബലും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. സോ ലേബലിൻ്റെ പുറത്ത് ലേബൽ ഡോട്ട് സെറ്റ് പിക്സ്മാപ്പ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പാരന്തസിൽ നമ്മുടെ പിക്സ്മാപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പിക്സ്മാപ്പ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. സോ ഈ രൂപത്തിലാണ് നമ്മളൊരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മുടെ വിൻഡോ നിങ്ങൾക്ക് കാണാം, റൺ ചെയ്യുന്ന ഉടനെ വിൻഡോ വളരെ ചെറുതാണ്. നമുക്ക് നമ്മുടെ പിക്ചറിനനുസരിച്ചിട്ട് നമ്മുടെ വിൻഡോ അങ്ങോട്ട് വലുതായിട്ട് നിൽക്കണം. അതിൻ്റെ നീളവും വിടുത്തും ഹൈറ്റൊക്കെ അതിനനുസരിച്ച് മാറണമെന്നുണ്ടെങ്കിൽ വെരി സിമ്പിൾ, സെൽഫ് ഡോട്ട് സെറ്റ് ഫിക്സ്ഡ് സൈസ്. നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവിടെ എന്താ കൊടുക്കേണ്ടത്? നമ്മുടെ പിക്സ്മാപ്പ് ഒബ്ജക്റ്റിൻ്റെ വിടുത്ത്, ആദ്യം വിടുത്ത് പിക്സ്മാപ്പ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ വിൻഡോ ഫേമായിട്ട് കറക്റ്റായിട്ട് വന്നിട്ട് നമുക്കതിനെ റീസൈസ് ചെയ്യാൻ കഴിയില്ല. സോ ഈ രൂപത്തിൽ നമുക്ക് വിൻഡോയുടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിക്സ്മാപ്പ് ഡോട്ട് വിഡ്ത്ത്, പിക്സ്മാപ്പ് ഡോട്ട് ഹൈറ്റ്. ഇനി നമുക്ക് അതിൽ നോക്കേണ്ട ഒരു കാര്യം, പിക്ചർ നമുക്ക് എങ്ങനെ റീസൈസ് ചെയ്യാം? ഇത്രയും വലിയ പിക്ചർ നമുക്ക് ഏകദേശം വളരെ ചെറുതായിട്ടൊരു പിക്ചർ വേണം, ഒരു 150 വേണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിക്സ്മാപ്പ് ഡോട്ട് സ്കെയിൽഡ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 150 എന്ന് അടിക്കുന്നു. ഓക്കെ, ഇതിന് നമ്മൾ ഈക്വൽ ടു ആയിട്ട് മറ്റൊരു പിക്സ്മാപ്പ് തന്നെയാണ്, ഇപ്പോഴും പിക്സ്മാപ്പ് എന്ന് പേര് കൊടുത്തിട്ട് നമ്മൾ പിക്സ്മാപ്പിനെ സ്കെയിൽ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒരു പിക്സ്മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ പിക്സ്മാപ്പിനെ നമ്മൾ 150 പിക്സൽ നീളം വീതിയിലേക്ക് സ്കെയിൽ ചെയ്തു. എന്നിട്ട് അത് വീണ്ടും പിക്സ്മാപ്പിന് തന്നെ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്താൽ നമുക്ക് കാണാം 150 നമ്മൾ പിക്ചർ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ 400-200 അപ്പോൾ നമുക്കതിനെ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഒന്നും നോക്കാതെ തന്നെ അത് വലിച്ചു നീട്ടി കൊണ്ടുപോകും. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, ആസ്പെക്ട് റേഷ്യോ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പിക്സ്മാപ്പ് ഈക്വൽ ടു പിക്സ്മാപ്പ് ഡോട്ട് സ്കെയിൽഡ് ടു ഹൈറ്റ്. ഹൈറ്റ് മാത്രം നമ്മൾ കുറക്കും, അതിനനുസരിച്ചിട്ട് വീതി കുറയണം. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് നമുക്ക് ഒരു 600 കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് ചെറുതായി. ഇനി നമ്മളത് 400 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നീളവും വീതി അതിനനുസരിച്ചിട്ട് മാറി. ഇത് ഹൈറ്റ് വെച്ചിട്ടാണ്. നമുക്കത് തന്നെ വിഡ്ത്ത് വെച്ചിട്ടും
കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും, സ്കെയിൽഡ് ടു വിഡ്ത്ത് ആയിരിക്കും. അപ്പോൾ 400 പിക്സൽ വിഡ്ത്ത് അത് മാനേജ് ചെയ്യും, ഹൈറ്റിനനുസരിച്ചിട്ട് കുറക്കും. ഈ രൂപത്തിൽ നമുക്ക് പിക്ചറിനെ സ്കെയിൽ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് തൽക്കാലം സ്കെയിലിംഗ് നമ്മൾ ഒഴിവാക്കുന്നു, നമുക്ക് ബിഗ് സ്ക്രീൻ തന്നെ കിട്ടുന്നു. മറ്റൊരു കാര്യത്തിൽ പറയാനുള്ളത്, നമ്മൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ബട്ടൺ QPixmap ബട്ടൺ ബാർസ് സെൽഫ് ബട്ടൺ കുറച്ച് നീക്കി വെക്കാം. മൂവ് 100 ബട്ടൺ ഒന്ന് റീസൈസ് ചെയ്യാം 270. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പിക്ചറിന് മുകളിൽ തന്നെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ നീങ്ങി നിൽക്കും, നമ്മൾ നീക്കി നിർത്തിയ പോലെ, മൂവ് മെത്തേഡ് ഉപയോഗിച്ച് നീക്കി നിർത്തിയതുപോലെ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ നിങ്ങളുടെ യൂസർ ഇൻ്റർഫേസിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾക്കൊരു പിക്ചറൊക്കെ ഈ രൂപത്തിൽ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കതിനെ ചെറുതാക്കാം, വലുതാക്കാം, അതൊക്കെ എളുപ്പമാണ്. ഇനി നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത ഈ പിക്ചർ, ഇതിൻ്റെ പുറത്ത് കണ്ടോ ഈ ഫ്രെയിം, ടൈറ്റിൽ ബാർ, ഇതൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഈ ഫ്രെയിം ആവശ്യമില്ല, നമുക്ക് പിക്ചർ മാത്രം കാണാം. ഈ മൈനസോ ക്ലോസ് ബട്ടണോ ഒന്നും ഇവിടെ ആവശ്യമില്ല, ഈ ടൈറ്റിലൊന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം? എളുപ്പമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം, മേലെയോ താഴെയോ നമുക്ക് മേലെ കൊടുക്കാം. സെൽഫ് ഡോട്ട് സെറ്റ് വിൻഡോ ഫ്ലാഗ്സ്, അതാണ് അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. അതിൽ നമ്മൾ Qt കോർ മൊഡ്യൂൾ ഉപയോഗിക്കാം. ഡോട്ട് Qt, നമ്മളിവിടെ Qt കോർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. Qt കോർ ഡോട്ട് Qt ഡോട്ട് ഫ്രെയിംലെസ് വിൻഡോ ഹിൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ റൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഫ്രെയിമുകളൊന്നുമില്ല, പിക്ചർ മാത്രമായിട്ട് തന്നെ നിങ്ങൾക്കത് കാണാം. ഇവിടെ ബട്ടണൊക്കെ വർക്കബിളാണ്. ബട്ടൺ വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. സോ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ടൈറ്റിൽ ബാർ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ പോയിട്ട് ഇവിടെ ക്ലോസ് അടിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് ഫ്രം ദിസ്. കൂടുതൽ പൈതൺ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.